ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പഫ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓണത്തിന് പട്ടുപാവാടയൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഇടാനായിട്ട് പറ്റുന്ന ഒരു പഫ് സ്ലീവാണ്. ഇതാ 10 ഇഞ്ചിൽ ആണ് ഞാൻ തുണി മടക്കിയിട്ടിരിക്കുന്നത്. ഇത് 4 പീസ് തുണിയുണ്ട്. 10 ഇഞ്ചിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇതാ ഇവിടെ നിന്നൊരു 3 ഇഞ്ചാണ് പഫിനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ്. അതിനകത്ത് ഒരു 3 ഇഞ്ചിൽ പട്ട വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് മതി. അപ്പോൾ ഈ 6 ഇഞ്ചിൻ്റെ കൂടെ ഇവിടെ നമ്മുടെ സീം അലവൻസ് 1 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ചിൽ ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഫിന് വേണ്ടി 3 ഇഞ്ചല്ലേ അടയാളപ്പെടുത്തിയിരുന്നത്. ഈ 3 ഇഞ്ച് മുകളിലും അടയാളപ്പെടുത്തുക, താഴെയും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടീനേജ് ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് താഴത്തേക്ക് 3.5 ഇഞ്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ഒരു ചെറിയ കുട്ടിയുടെ ബ്ലൗസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ. ശ്രദ്ധിക്കുക, വലിയവർക്കാണെങ്കിൽ 3.5 ഇഞ്ചിൽ വേണം നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അളവ് 13 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ എത്രയാണോ ആം ഹോൾ വരുന്നത് അതിൻ്റെ ഹാഫ്, ഇപ്പോൾ ഇവിടെ 6.5 അപ്പോൾ നമ്മളിവിടെ 3.25 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. 3.25 ഇഞ്ച്. ഇനി നമുക്കിത് ആം ഹോൾ കർവ് വെച്ചിട്ട് വരച്ചെടുക്കാം. ഇതാ മുകൾ ഭാഗം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു 1.5 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തി കൊടുക്കാം. കാരണം ഇത്തിരി അധികം വന്നാൽ നമുക്കിവിടെ ആ ഞൊറി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ്. ഒരു 1.5 ഇഞ്ച് സീം അലവൻസും വരച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് വെട്ടണം. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗവും നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളും ഒന്ന് കുഴിച്ച് വെട്ടാൻ പോവുകയാണ്. ഇവിടെ നിന്നൊരു 1/2 ഇഞ്ചിൽ ഇവിടം വരെയാണ് മാർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ ആ ഹാഫ് ഭാഗം അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം, ഈ 2 പീസ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്താം. ഇനി താഴെ നമ്മൾ 3 ഇഞ്ചിൽ കസവ് വെക്കുന്നുണ്ട്, അതിൻ്റെ പട്ട കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ അളവെന്ന് പറയണത് 4 ഇഞ്ചിൽ ഒരു പീസ്, ഇതിപ്പോൾ 4 ഇഞ്ചുള്ള ഒരു പീസാണ്. ഇത് നമുക്ക് ഇവിടെ നമ്മൾ പ്ലീറ്റ്സ് ആ ചുരുക്ക് വരാനുള്ള ഭാഗമാണ്. അപ്പോൾ ബാക്കി ഇങ്ങോട്ടേക്കുള്ള അളവ് മതി. ഇവിടെയാണ് നമ്മുടെ കറക്റ്റ് ആം ഹോൾ വരുന്നത്. 3.5 ഇഞ്ച് അല്ല, ആം ഹോൾ അല്ല,
സ്ലീവ് റൗണ്ട് വരുന്നത് കേട്ടോ. 3.5 ഇഞ്ച്, 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി അതല്ല, ഇനി തയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് അത് അധികമുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കുറഞ്ഞു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നീക്കിയിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേ അളവിൽ നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ കൈയുടെ മോൾ ഭാഗമാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഉൾവശത്ത് ഇത് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. എല്ലാ സൈഡും നമുക്ക് ഇവിടുന്ന് ഈ മോൾ ഭാഗവും ഈ താഴ്ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ താഴെയും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഫിനായിട്ട് 3 ഇഞ്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഭാഗവും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ തൊട്ട് നമുക്ക് ഇങ്ങനെ ഞൊറിയിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തിരിച്ചു വെച്ച് ഞൊറിയിടാം. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നിൽക്കുന്നത്, ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തത്. അവിടേക്ക് വേണം ഫസ്റ്റ് ഞൊറി വന്ന് നിൽക്കാനായിട്ട്. ഇതിൻ്റെ ഈ ഭാഗത്തുനിന്നാണ് നമ്മൾ എടുത്ത് ഇങ്ങോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഈ പോയിന്റ് മുതലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് പോകുന്നത്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്ത ഞൊറി ഈ സെൻറ്റർ പോർഷനിലേക്ക് വന്നു നിൽക്കും. അടുത്തത് നമ്മുടെ ആ മാർക്കിൻ്റെ അവിടെ നിന്ന് ഈ സൈഡിലേക്കാണ് അടുത്ത ഞൊറി വന്ന് നിൽക്കുന്നത്. മോൾ ഭാഗം നമ്മൾ ഇങ്ങനെ ഞൊറിയിട്ടെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഈ സെൻറ്റർ പോയിന്റ് പിടിച്ചിട്ട് ബാക്ക് ആം ഹോളിൻ്റെ സൈഡാണ് കേട്ടോ ഇരിക്കുന്നത്. ബാക്ക് സൈഡാണ്. ഇങ്ങനെ പിടിച്ച് നോക്കുക. എന്നിട്ട് ഒന്ന് അളന്ന് നോക്കുക. നമുക്ക് 6.5 ആയിരുന്നു വേണ്ടത്, അത്രയും തന്നെ ഇല്ലേന്ന് നോക്കാം. 6.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിവിടെ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. 6.5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം എടുക്കാം. താഴ്ഭാഗം ഇതുപോലെ തന്നെയാണ് ഞാനിവിടെയും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ചിലർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടാറുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പഫ് ശരിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പൊന്തി നിന്നോളും. സ്ലീവ് തിരിച്ച് വെച്ചിട്ട് വീണ്ടും താഴ്വശമാണ് അടിച്ചു കൊടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ ഇങ്ങോട്ട് വെച്ചിട്ട് ചെയ്യാം. ഇനി താഴ്വശത്ത് കുറച്ചുകൂടെ ഫ്ലീറ്റ്സ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് കൈയുടെ ആ ഭാഗം ഇങ്ങനെ വിരിഞ്ഞു നിന്നോളൂ. അത് നമുക്ക് താഴത്തെ അളവ് നോക്കിയിട്ട് ചെയ്യാം. താഴ്വശത്തും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. ഇങ്ങനെ നല്ല പോലെ പൊന്തി നിന്നോളൂ. ഇത്രയും ഈ 3 ഇഞ്ച് തന്നെ മതി. നമുക്ക് ഇത്രയും നല്ല ഫ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ നടുഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പട്ടഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ നമുക്കിങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. ലൈനിങ്ങിലും ഇതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ താഴ്വശമാണ്, അടിഭാഗമാണ് നമ്മൾ
അടിച്ചെടുക്കുന്നത്. ഈ പട്ടയുടെ താഴ്ഭാഗം ലൈനിങ് മുകളിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളിനി ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇതാ ഇങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ഈ ഭാഗം നമുക്ക് കൂട്ടിയടിക്കാം. മോൾ ഭാഗം വെച്ച് ഒന്ന് പതിച്ചടിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ പട്ട വെച്ച് അറ്റാച്ച് ചെയ്യാണ്. ഇതിൻ്റെ ഈ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത ഭാഗവും ഇവിടുത്തെ ഈ സെൻറ്റർ പോയിൻറ്റും തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇനി നമുക്കിത് മറച്ചടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ 2 മെത്തേഡിൽ നമുക്ക് മറച്ചടിക്കാം. അപ്പോൾ ഒരെണ്ണം ഞാനിതിൽ കാണിച്ചു തരാം. ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ലൈനിങ് ക്ലോത്ത് ഇവിടുത്തെ ഈ ലൈനിങ് ഉള്ള ഭാഗത്തേക്ക് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇതിൽ അടിപ്പ് കൊള്ളരുത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതേ നമുക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിക്കാൻ എളുപ്പമുണ്ടാകും. ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടേക്ക് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ഇതാ ഈ 2 സെൻറ്റർ പോയിൻ്റ് നോക്കുക കറക്റ്റ് അല്ലേന്ന്, എന്നിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഭാഗം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയാണ് നമുക്ക് തയ്ച്ച് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം. 2 സൈഡിലും സ്റ്റിച്ചിങ് ഒന്നും കാണില്ല. ഉൾഭാഗത്തേക്ക് ഇത് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളിങ്ങനെ കയ്യിൽ കുത്തണമെന്നുള്ള കംപ്ലൈൻ്റ് ഒന്നും പറയില്ല. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഈ നല്ല വശം തമ്മിൽ നല്ല വശത്ത് ഈ പട്ടഭാഗം വെച്ച് നമ്മളിങ്ങനെ അടിച്ചെടുത്തു. ഇനി അതുപോലെ അടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ചിടാം. എന്നിട്ട് ഇതൊരു 1/2 ഇഞ്ചിൽ നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. 1/2 ഇഞ്ചിൽ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. അതിൻ്റെ ആ സീം അലവൻസ് നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെയും തയ്ച്ചെടുക്കാം. ഇങ്ങനെയും നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അധികമുള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കൈ വെച്ച് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ പഫ് സ്ലീവ് കിട്ടുക.